രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ എന്താണ്? അത് വെറും തിരഞ്ഞെടുപ്പ് കണക്കുകളോ പാർട്ടികളുടെ ജയപരാജയങ്ങളോ അല്ല. അത് ജനങ്ങളുടെ ജീവിതമാണ്. അവരുടെ മണ്ണും അവരുടെ പ്രശ്നങ്ങളും അവരുടെ പ്രതീക്ഷകളുമാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് തരൂർ എന്ന നിയോജകമണ്ഡലത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ഡേറ്റയുടെ വെളിച്ചത്തിൽ ഇവിടത്തെ ഭരണത്തിന് ഒരു പുതിയ രൂപരേഖ തയ്യാറാക്കാൻ ശ്രമിക്കുകയാണ്. ഇതാണ് തരൂർ, കേരളത്തിന്റെ നെല്ലറിയായ പാലക്കാട് ജില്ലയുടെ ഹൃദയഭാഗത്ത്. ഇതൊരു പട്ടികജാതി സംവരണ മണ്ഡലമാണ്. നിങ്ങൾ നോക്കൂ, വലിയ മലനിരകളോ കടൽത്തീരമോ ഇവിടെയില്ല. പകരം കൃഷിക്ക് അനുയോജ്യമായ പച്ചപ്പു നിറഞ്ഞ സമുതലങ്ങൾ. ഈ മണ്ണിനെ ആശ്രയിച്ചാണ് ഇവിടത്തെ രാഷ്ട്രീയവും സാമ്പത്തിക വ്യവസ്ഥയും നിലനിൽക്കുന്നത്. അപ്പോ നമ്മൾ എങ്ങനെയാണ് ഈ വിശകലനം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ തരൂരിന്റെ മണ്ണും മനുഷ്യരെയും മനസ്സിലാക്കും. പിന്നെ വോട്ടർമാരുടെ മനസ്സ് വായിക്കാൻ ശ്രമിക്കും. അതിനുശേഷം യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതിനൊരു പരിഹാരത്തിനുള്ളൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും. അവസാനം ഇതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് നോക്കും. ഒരു പൂർണ്ണമായ ചിത്രം അല്ലേ? ശരി, നമുക്ക് തുടങ്ങാം. ശരി, നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് തരൂർ? ആരാണിവിടുത്തെ ജനങ്ങൾ? അവരുടെ ദൈനംദിന ജീവിതത്തിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഒരു നാടിന്റെ രാഷ്ട്രീയം തുടങ്ങുന്നത് അവിടെ നിന്നാണല്ലേ? നമുക്കതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോ തരൂരിനെ ഒറ്റ നോട്ടത്തിലൊന്ന് പരിചയപ്പെടാം. ഇതൊരു പട്ടികജാതി സംവരണ സീറ്റാണ്. നാഷണൽ ഹൈവേ 544 ഇതിലൂടെ പോകുന്നു. അത് വലിയൊരു കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കൃഷി, രണ്ട് ഗൾഫിൽ നിന്ന് വരുന്ന പണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ രണ്ട് കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഒരു ഇടിവ് വന്നാൽ അത് തരൂരിലെ ഓരോ വീട്ടിലും നേരിട്ടറിയാൻ പറ്റും. അത്രയ്ക്കും സെൻസിറ്റീവാണ് ഇവിടുത്തെ സാഹചര്യം. ഇനി നമുക്ക് ഇവിടുത്തെ ജനസംഖ്യയുടെ ഒരു ഘടന നോക്കാം. ഏകദേശം 67% ഹിന്ദുക്കൾ, 29% മുസ്ലിംകൾ, പിന്നെ ഒരു 4% ക്രിസ്ത്യാനികൾ. ഇതൊരു സംവരണ മണ്ഡലമായതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിലെ 14.4% വരുന്ന പട്ടികജാതി വിഭാഗത്തിന് ഇവിടെ നിർണായകമായ ഒരു സ്വാധീനമുണ്ട്. ഇത് വെറും നമ്പറുകളല്ല, ഇവിടുത്തെ സാമൂഹിക ബന്ധങ്ങളുടെയും രാഷ്ട്രീയ സമവാക്യങ്ങളുടെയും അടിസ്ഥാനമാണ്. പക്ഷേ ഈ കണക്കുകൾക്കപ്പുറം ഈ ജനങ്ങൾ ദിവസവും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? വേനൽക്കാലത്ത് കുടിവെള്ളമില്ല, ഗ്രാമങ്ങളിലെ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു, പഠിച്ചിറങ്ങിയ ചെറുപ്പക്കാർക്ക് ജോലിയില്ല, പോരാത്തതിന് സാധനങ്ങളുടെ വില ഓരോ ദിവസവും കൂടുന്നു. ഈ 4 കാര്യങ്ങൾ, ഇതാണ് തരൂരിലെ ഓരോ കുടുംബത്തെയും ശരിക്കും സമ്മർദ്ദത്തിലാക്കുന്നത്. ഇതാണിവിടുത്തെ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ പോകുന്നത്. ശരി, ഇനി നമുക്ക് വോട്ടിംഗ് ഡേറ്റയിലേക്ക് വരാം. കഴിഞ്ഞ കുറച്ചു തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ നമ്മളോട് എന്താണ് പറയുന്നത്? ജനങ്ങളുടെ രാഷ്ട്രീയ മനസ്സ് എങ്ങോട്ടാണ് മാറുന്നത്? നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലെ വോട്ട് വിഹിതം നോക്കൂ. CPIMന്റെ വോട്ടുകളിൽ ഒരു ചെറിയ കുറവ് കാണാം. അതുപോലെ കോൺഗ്രസിനും. ഇതൊരു വലിയ ഇടിവല്ല, പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അതിലും പ്രകടമായ ഒരു മാറ്റം എവിടെയുണ്ട്? അത് BJPയുടെ സ്ഥിരമായ വളർച്ചയാണ്. വെറും 4.8% നിന്ന് 14.1%. അതായത് 10 വർഷം കൊണ്ട് 9.3% വർധനവ്. ഇതൊരു ചെറിയ കാര്യമല്ല. തരൂരിന്റെ രാഷ്ട്രീയ മണ്ണിൽ പുതിയൊരു ശക്തി വേരുറപ്പിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഇത് രണ്ട് മുന്നണികൾക്കും ഒരുപോലെ ഒരു മുന്നറിയിപ്പാണ്. 2021 77% പേർ വോട്ട് ചെയ്തു. അതായത് ഇവിടുത്തെ ജനങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്നവരാണ്. പക്ഷേ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പോളിംഗിൽ നേരിയ ഒരു കുറവുണ്ട്. ഇത് ചിലപ്പോൾ നിലവിലെ രാഷ്ട്രീയ പാർട്ടികളോടുള്ള ഒരുതരം അതൃപ്തിയുടെയോ അല്ലെങ്കിൽ ഒരുതരം മടുപ്പിന്റെയോ സൂചനയാകാം. ഇത് നമ്മൾ ശ്രദ്ധയോടെ കാണേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് നിലവിലെ ഭരണത്തെക്കുറിച്ച് സംസാരിക്കാം. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കട്ടെ, നമ്മളിവിടെ വ്യക്തികളെയല്ല വിലയിരുത്തുന്നത്, മറിച്ച് ഭരണ സംവിധാനത്തെയാണ്. നിലവിലെ ജനവിധിയുടെ ഘടന എന്താണ്? അവരുടെ ശക്തിയും ദൗർബല്യങ്ങളും എന്തെല്ലാമാണ്? നിലവിലെ MLL CPIMന്റെ PP സുമോദാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് ശക്തമായ പാർട്ടി സംവിധാനവും കേഡർ ശൃംഖലയുമാണ്. പക്ഷേ അദ്ദേഹം ആദ്യമായിട്ടാണ് MLA ആകുന്നത്. അതുകൊണ്ട് പാർട്ടിക്ക് പുറത്ത് അത്രയ്ക്ക് സുപരിചിതനല്ല. പോരാത്തതിന് സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം അദ്ദേഹത്തെയും ബാധിച്ചേക്കാം. ഇതൊരു സിസ്റ്റമിക് അനാലിസിസാണ്, വ്യക്തിപരമല്ല. ഡാറ്റ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് പൂർണ്ണമായി എത്തുന്നില്ല. ഈ ലാസ്റ്റ് മൈൽ ഡെലിവറിയിൽ ഒരു വിടവുണ്ട്. പ്രശ്നം പദ്ധതികൾ ഇല്ലാത്തതല്ല, അത് കൃത്യമായി ജനങ്ങളുടെ കയ്യിൽ എത്തുന്നില്ല എന്നതാണ്. ഇത് ഒരു ഭരണപരമായ വീഴ്ചയാണ്. അപ്പോ എന്തുകൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ ഒരു അതൃപ്തിയുള്ളത്? അതിന്റെ മൂലകാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ 4 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇവിടെ കണ്ടെത്തുന്നത്.
നമ്മുടെ ഭരണഘടന ഓരോ പൗരനും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട്. അപ്പോൾ അവരുടെ ദൈനംദിന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ വരുമ്പോൾ ആ അന്തസ്സ് തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിൽ വളരെ ഉത്തരവാദിത്തത്തോടെയുള്ള തുറന്ന ചർച്ചകൾ കൂടിയേ തീരൂ. ഒന്നാമത്തെ പ്രശ്നം സാമ്പത്തിക സമ്മർദ്ദമാണ്. ചെറുപ്പക്കാർക്കിടയിലെ തൊഴിലില്ലായ്മ ഏകദേശം 30%. അതായത് പഠിച്ചിറങ്ങുന്ന 3-ൽ-1 ജോലിയാവുന്നില്ല. വിലക്കയറ്റം 6.6%. ഗൾഫിൽ നിന്ന് തിരികെ വന്നവരും മറ്റു വരുമാനമൊന്നുമില്ലാത്ത സാധാരണ കുടുംബങ്ങളുമാണ് ഇതിന്റെ എല്ലാം ഭാരം പേറുന്നത്. ഈ കണക്കുകൾ ഓരോ വീടിന്റെയും നെഞ്ചിലെ തീയാണ്. രണ്ടാമത്തെ പ്രശ്നം അടിസ്ഥാന സൗകര്യങ്ങളിലെ കുറവാണ്. ഗ്രാമങ്ങളിലെ റോഡുകളുടെ കാര്യം പറയാനില്ല. വേനൽക്കാലത്ത് വെള്ളത്തിനായി നെട്ടോട്ടമോടണം. ഒരു റേഷൻ കാർഡ് കിട്ടാൻ പോലും മാസങ്ങളെടുക്കും. സർക്കാർ ആശുപത്രികളിലാണെങ്കിൽ ആവശ്യത്തിന് ഡോക്ടർമാരോ സൗകര്യങ്ങളോ ഇല്ല. ഇങ്ങനെ ദിനംദിന ജീവിതം തന്നെ ഒരു സമരമായി മാറുകയാണ് ജനങ്ങൾക്ക്. ഈ കണക്ക് നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്ന ഒന്നാണ്. പാലക്കാട് ജില്ലയില് ഏകദേശം 6700 പേർക്ക് ചികിത്സിക്കാൻ ആകെ ഒരു ഡോക്ടർ. ഇതൊരു ഭീകരമായ അവസ്ഥയാണ്. നമ്മുടെ ആരോഗ്യരംഗം എത്രമാത്രം സമ്മർദ്ദത്തിലാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ കണക്ക് മതി. നാട്ടിലെ ക്ലിനിക്കിലൊരു ഡോക്ടറില്ലെങ്കിൽ പിന്നെ സർക്കാർ പ്രഖ്യാപിക്കുന്ന ആരോഗ്യ പദ്ധതികളെല്ലാം വെറും കടലാസിലൊതുങ്ങില്ലേ? ഇതാണ് സാധാരണക്കാരൻ ചോദിക്കുന്നത്. അടിസ്ഥാന സൗകര്യമില്ലാതെ ക്ഷേമപദ്ധതികൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? മൂന്നാമത്തെ പ്രശ്നം വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷമാണ്. ആനയും കാട്ടുവന്യയും കൃഷി നശിപ്പിക്കുന്നു. ചിലപ്പോൾ മനുഷ്യജീവനും അപകടത്തിലാകുന്നു. രാത്രിയായാൽ പുറത്തിറങ്ങാൻ പോലും ഭയമാണ്. സർക്കാർ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ശക്തമാണ്. നാലാമതായി മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക സമവാക്യങ്ങൾ. ചില പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങളുടെയും നായർ സമുദായത്തിന്റെയും വോട്ടുകൾ ബിജെപിയിലേക്ക് പോകുന്നു. അതേസമയം ന്യൂനപക്ഷങ്ങൾക്ക് LDF-ലുള്ള വിശ്വാസം കുറയുന്നു എന്നൊരു സൂചനയുമുണ്ട്. ഇതിനെല്ലാമുപരി ഒരു ക്ഷേമ മടുപ്പ് ജനങ്ങൾക്കിടയിൽ കാണാം. അതായത് കുറേയധികം ക്ഷേമ പദ്ധതികൾ ഉണ്ടെങ്കിലും അതൊന്നും തങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നില്ല എന്നൊരു ചിന്ത. നമ്മൾ ഇതുവരെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ഈ ഡേറ്റയുടെ എല്ലാം അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ കഴിയുന്ന, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഭരണമാതൃക എങ്ങനെയുണ്ടാക്കാം? അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓരോ പാർട്ടിയും ജനങ്ങളോട് സംസാരിക്കുന്നത് ഓരോ രീതിയിലാണ്. LDF തങ്ങളുടെ ഭരണസ്ഥിരതയും തൊഴിലാളി സംരക്ഷണവും എടുത്തുപറയുന്നു. UDF ആകട്ടെ LDF കാലത്തെ വികസന മുരടിപ്പ് ചർച്ചയാക്കുന്നു. BJP കേന്ദ്ര സർക്കാർ പദ്ധതികളും ഹിന്ദു താൽപര്യ സംരക്ഷണവും മുന്നോട്ടുവയ്ക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ജനങ്ങളെ സമീപിക്കുന്നു. പക്ഷേ വെറും വാഗ്ദാനങ്ങൾ മാത്രം പോരാ. ജനങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിയുന്ന, പെട്ടെന്ന് ഫലം കാണുന്ന ചില കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയുള്ള പദ്ധതികളെയാണ് നമ്മൾ വെൽഫെയർ ആക്സിലറേറ്ററുകൾ എന്ന് വിളിക്കുന്നത്. ജനങ്ങളുടെ വിശ്വാസം നേടാനുള്ള ഏറ്റവും നല്ല വഴിയാണിത്. ഉദാഹരണത്തിന് 3 കാര്യങ്ങൾ. 1. അടുത്ത 6 മാസത്തിനുള്ളിൽ തരൂരിലെ എല്ലാ വീടുകളിലും പൈപ്പ് വെള്ളം എത്തിക്കുമെന്ന് ഉറപ്പു നൽകുക. 2. അടുത്ത 3 മാസത്തിനുള്ളിൽ പഞ്ചായത്തിലെ പ്രധാന റോഡുകളെല്ലാം ടാർ ചെയ്യുക. 3. 60 ദിവസത്തിനുള്ളിൽ ചെറുപ്പക്കാർക്ക് സ്വകാര്യ മേഖലയിൽ ജോലി നേടാൻ സഹായിക്കുന്ന ഒരു വലിയ തൊഴിൽ മേള സംഘടിപ്പിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാന പ്രശ്നങ്ങൾക്ക് നേരിട്ടുള്ള പരിഹാരമാണിത്. ഇനി നമ്മൾ ഇതിന്റെ പ്രായോഗിക വശത്തേക്ക് കടക്കുകയാണ്. ഈ ആശയങ്ങൾ എങ്ങനെ നടപ്പിലാക്കാം? അടുത്ത 30 ദിവസം കൊണ്ട് എന്ത് ചെയ്യാം? പക്ഷെ ഒരു കാര്യം, ജനങ്ങളുമായി ബന്ധപ്പെട്ട ഏത് ഡാറ്റയും കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ സ്വകാര്യതയെ മാനിക്കണം. ഇന്ത്യയുടെ പുതിയ ഡിജിറ്റൽ ഡാറ്റാ സംരക്ഷണ നിയമം പറയുന്നതെന്താണെന്ന് വെച്ചാൽ, ഓരോ വ്യക്തിയുടെയും വിവരങ്ങൾ അവരുടെ വ്യക്തമായ സമ്മതത്തോടെ മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ്. ഇതൊരു നിയമം മാത്രമല്ല, ജനങ്ങളോടുള്ള നമ്മുടെ ബഹുമാനം കൂടിയാണ്. അടുത്ത 30 ദിവസത്തേക്ക് ഒരു ആക്ഷൻ പ്ലാൻ ഇതാ. ആദ്യം വോട്ടർ പട്ടിക കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ പറഞ്ഞ ഏതെങ്കിലും ഒരു ആക്സിലറേറ്റർ പദ്ധതിക്ക് തുടക്കം കുറിക്കുക. പ്രധാനപ്പെട്ട വാർഡുകളിൽ ജനങ്ങളെ നേരിൽ കാണാൻ ഒരു പദയാത്ര നടത്തുക. സഖ്യകക്ഷി നേതാക്കളുമായി ചർച്ചകൾ നടത്തുക. പ്രാദേശിക പ്രശ്നങ്ങൾക്ക് ഊന്നൽ നൽകി മാധ്യമശ്രദ്ധ നേടുക. പിന്നെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർക്ക് കൃത്യമായ പരിശീലനം നൽകുക. ഇതൊരു തുടക്കമാണ്. അപ്പോ നമ്മുടെ അവസാനത്തെ ചോദ്യം ഇതാണ്. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്താൽ പരമ്പരാഗതമായ പാർട്ടി വിധേയത്വങ്ങളെ മറികടക്കാൻ കഴിയുമോ? ഇതിന്റെ ഉത്തരം തരൂരിലെ ജനങ്ങളുടെ കയ്യിലാണ്. If you want to become a people-centric leader and uplift your constituency,
Get in touch with blueprintstrategies.ai at mgr@blueprintstrategies.ai or call 08042041602. Purpose Beyond Politics.